നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നബിദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് ബഹ്റൈൻ കിരീടാവകാശി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് ബഹ്റൈനിൽ പൊതു അവധി പ്രഖ്യാപിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. ഇതുപ്രകാരം സെപ്റ്റംബർ 4 വ്യാഴാഴ്ച മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും. ചന്ദ്രപ്രവയുടെ അടിസ്ഥാനത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള എല്ലായിടത്തും സെപ്റ്റംബർ 4-നാണ് നബിദിനം, അഥവാ റബിയുൽ അവൽ 12. ഒമാനിൽ കേരളത്തിലേതുപോലെ സെപ്റ്റംബർ 5-ന് വെള്ളിയാഴ്ചയാണ് നബിദിനം. നബിദിനത്തോടനുബന്ധിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹ്റൈൻ നിരത്തുകളിൽ കൂടുതൽ അത്യാധുനിക ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. ബഹ്റൈൻ ആഭ്യന്തരമന്ത്രിയും ട്രാഫിക് കൗൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന് പുതുക്കിയ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരത്തുകളിൽ കൂടുതൽ അത്യാധുനിക ക്യാമറകൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ധനകാര്യ, ദേശീയ സാമ്പത്തിക മന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ, ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ, വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ, ഭവന നഗരാസൂത്രണ മന്ത്രി അംന ബിൻ അഹമ്മദ് അൽ റുഹൈമി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. യോഗത്തോടനുബന്ധിച്ച് ദേശീയത, പാസ്പോർട്ട്, റെസിഡന്റ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫയും മുംതലകത്തിന്റെ CEO ബിയോൺ ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം ബിയോൺ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ വിവിധ ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഉയർന്ന നിലവാരമുള്ള 500 സ്മാർട്ട് ക്യാമറകൾ സജ്ജീകരിക്കും. ഈ സംവിധാനം ഗതാഗത നിയന്ത്രണം മെച്ചപ്പെടുത്തുകയും സംയോജിത നിരീക്ഷണ ചട്ടക്കൂട് നൽകുകയും മൊത്തത്തിലുള്ള ഗതാഗത സംവിധാനം നവീകരിക്കുകയും ചെയ്യും. കാനു ഗ്രൂപ്പ് ചെയർമാൻ ഖാലിദ് മുഹമ്മദ് കാനു അന്തരിച്ചു. പ്രമുഖ വ്യവസായ നേതാവ് ഖാലിദ് മുഹമ്മദ് കാനു അന്തരിച്ചു. ബഹ്റൈൻ യൂസഫ് ബിൻ അഹമ്മദ് കാനു ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ബഹ്റൈൻ രാജ്യം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. 1941 ജനിച്ച ഖാലിദ് കാനു പ്രാദേശിക വാണിജ്യ മേഖലയിലെ ഒരു ഉന്നത വ്യക്തിത്വമായിരുന്നു. ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിനും ബഹ്റൈന്റെ സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും പേരുകേട്ടവനായിരുന്നു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സെക്യൂരിറ്റി ജോലികൾ ഇനി സ്വദേശികൾക്ക് മാത്രം. പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ച് ബഹ്റൈൻ. ബഹ്റൈനിൽ സെക്യൂരിറ്റി ജോലി തസ്തികകൾ സ്വദേശികൾക്കായി പരിമിതപ്പെടുത്തുന്നതിനുള്ള പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രമേയം അംഗീകരിച്ചാൽ സെക്യൂരിറ്റി തസ്തികയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും. അബ്ദുൽ വാഹിദ് കരാത്തിയുടെ നേതൃത്വത്തിൽ 4 MPമാരാണ് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇത്തരം ജോലികൾ സ്വദേശികൾക്കായി മാറ്റിവെക്കുന്നത് സമൂഹത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും പ്രമേയം വ്യക്തമാക്കുന്നു. രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുന്നതിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. തൊഴിൽ ലഭ്യമാക്കേണ്ടത് രാജ്യത്തിന്റെ കടമയും പൗരന്റെ അവകാശവുമാണെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് പ്രവാസി അസോസിയേഷൻ BDK രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
പാലക്കാട് പ്രവാസി അസോസിയേഷനും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ നടത്തിയ ക്യാമ്പിൽ 60-ലധികം ആളുകൾ രക്തം ദാനം ചെയ്തു. പാലക്കാട് പ്രവാസി അസോസിയേഷന്റെ പ്രസാദ് പാറപ്പുറത്ത്, രാകേഷ് കൃഷ്ണമൂർത്തി, മണിലാൽ, നിസാർ മണ്ണാർക്കാട്, രാജീവ് KT, വാണി ശ്രീധർ, നിമിഷ മണിലാൽ, BDK ബഹ്റൈൻ ചെയർമാൻ KT സലീം, പ്രസിഡന്റ് റോജി ജോൺ, ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ, അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ്, ക്യാമ്പ് കോർഡിനേറ്റേഴ്സ്മാരായ സലീന റാഫി, വിനീത വിജയൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സെന്തിൽ കുമാർ, അസീസ് പള്ളം, ശ്രീജ ശ്രീധർ, ഫാത്തിമ സഹ്ല, ഗിരീഷ് KV, അബ്ദുൾ നാഫി എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി. GCC രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ഓണാഘോഷം വ്യത്യസ്ത പദ്ധതിയുമായി ബഹ്റൈൻ കേരളീയ സമാജം. GCC രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ഓണാഘോഷവുമായി ബഹ്റൈൻ കേരളീയ സമാജം. ശ്രാവണം 2025 ഭാഗമായി ഈ വർഷവും ഓണാഘോഷം വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായിരിക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ, ശ്രാവണം ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വർഗീസ് ജോർജ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 29-ന് രുചിമേള സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 1-ന് ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങായ കൊടിയേറ്റം സംഘടിപ്പിക്കും. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയെ കൊടികയറ്റി ഉദ്ഘാടനം നിർവഹിക്കും. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. റിസാല സ്റ്റഡി സർക്കിൾ മെയ്ലാബ് ടെസ്റ്റിന് തുടക്കം. റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന 16ാമത് എഡിഷൻ മെയ്ലാബ് ടെസ്റ്റിന് തുടക്കം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അധ്യാപന മാതൃകകളെ പൊതുജനങ്ങളിലും അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിലും പകർന്നു നൽകുക എന്ന താൽപര്യത്തിൽ ഗുരുവഴികൾ എന്ന പേരിൽ അനസ് അമാനി പുഷ്പഗിരിയുടെ പ്രഭാഷണ സീരീസുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തവണ മെയ്ലാബ് ടെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടക്കുക. വീഡിയോ സീരീസിനൊപ്പം പ്രസിദ്ധീകരിക്കുന്ന ചോദ്യാവലി അനുസരിച്ച് ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 15 വരെ പ്രിലിമിനറി പരീക്ഷ എഴുതി യോഗ്യത നേടുന്നവർക്ക് സെപ്റ്റംബർ 19-ന് നടക്കുന്ന ഫൈനൽ പരീക്ഷയിൽ പങ്കെടുക്കാം. ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസി മലയാളികൾക്കാണ് അവസരമുള്ളത്. GCC രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലടക്കം പ്രത്യേകം തയ്യാറാക്കിയ ഡിജിറ്റൽ സംവിധാനം വഴി 1 മില്യൺ ആളുകളിലേക്ക് മെയ്ലാബ് ടെസ്റ്റ് സന്ദേശം എത്തിക്കും. ഗ്ലോബൽ തലത്തിൽ ജനറൽ വിഭാഗത്തിൽ 1ാം സ്ഥാനക്കാർക്ക് 50,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 25,000 രൂപയും, സ്റ്റുഡൻസ് വിഭാഗത്തിൽ 1ാം സ്ഥാനത്തിന് 15,000 രൂപയും 2ാം സ്ഥാനത്തിന് 10,000 രൂപയും സമ്മാനം നൽകും. അധ്യാപനത്തിലെ പ്രവാചക മാതൃകകളെ മെയ്ലാബ് ടെസ്റ്റിലൂടെ സമൂഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തുകയാണ് റിസാല സ്റ്റഡി സർക്കിൾ, വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ 8 നോമ്പ് പെരുന്നാൾ. ബഹ്റൈൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാൾ ഓഗസ്റ്റ് 31-ന് വൈകുന്നേരം വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് സെപ്റ്റംബർ 7-ന് വൈകുന്നേരം വിശുദ്ധ കുർബാനയോടുകൂടി സമാപിക്കുന്നു. 8 നോമ്പിൽ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 6:45-ന് സന്ധ്യ നമസ്കാരവും തുടർന്ന് ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. 8 നോമ്പ് ശുശ്രൂഷകൾക്കും കൺവെൻഷനുകൾക്കും ഇടവക വികാരി റവറൽ ഫാദർ സ്ലീബ പോൾ കൊറസ്പിക്കോപ്പ വട്ടവേലിൽ ഒപ്പം നേതൃത്വം നൽകാനായി ബഹുമാനപ്പെട്ട വർഗീസ് പനശ്ശേരിൽ അച്ഛൻ ബഹ്റൈനിൽ എത്തിച്ചേർന്നു. ബഹുമാനപ്പെട്ട വർഗീസ് പനശ്ശേരിൽ അച്ഛനെ ഇടവക വികാരി റവറൽ ഫാദർ സ്ലീബ പോൾ കൊറസ്പിക്കോപ്പ വട്ടവേലിൽ, സെക്രട്ടറി മനോജ് കോര, വൈസ് പ്രസിഡന്റ് ബെന്നി പി മാത്യു, ജോയിന്റ് സെക്രട്ടറി എൽദോ VK, ജോയിന്റ് ട്രഷറർ സാബു പൗലോസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു ജേക്കബ്, ലിജോ K അലക്സ്, ഇടവക അംഗങ്ങൾ ചേർന്ന് ബഹ്റൈൻ എയർപോർട്ടിൽ സ്വീകരിച്ചു. രൂപയ്ക്ക് ചരിത്രത്തിലെ വൻ തകർച്ച, വിനിമയ നിരക്ക് റെക്കോർഡിൽ.
ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഇതോടെ ഗൾഫ് കറൻസികളുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു. UAE ദിർഹമിന്റെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് 24 രൂപ പിന്നിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച 50% തീരുവ പ്രാബല്യത്തിൽ വന്നതാണ് രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞത്. തീരുവ കയറ്റുമതി മേഖലയെ ബാധിക്കുമെന്ന ആശങ്ക രൂപയ്ക്ക് തിരിച്ചടിയായി. ഡോളറിന് 88 രൂപ 22 പൈസ എന്ന നിലയിലേക്ക് മൂല്യം താഴ്ന്നതോടെ ഗൾഫ് കറൻസിയുമായുള്ള വിനിമയ നിരക്കിലും വലിയ മാറ്റമുണ്ടായി. ഇതോടെ ബഹ്റൈൻ ദിനാർ 233 രൂപ 92 പൈസയിലേക്കും മാറി. പ്രവാസികൾക്ക് കുറഞ്ഞ ഗൾഫ് കറൻസി നൽകിയാൽ മുൻപത്തേതിനേക്കാൾ കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കാൻ രൂപയുടെ കുറഞ്ഞ മൂല്യം വഴിയൊരുക്കും. ട്രംപിന് വൻ തിരിച്ചടി. തീരുവ നടപടികൾ നിയമവിരുദ്ധം. അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് ഫെഡറൽ അപ്പീൽ കോടതി. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ വൻ തീരുവ ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി. US പ്രസിഡന്റ് പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് US അപ്പീൽ കോടതിയുടെ വിധി. അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി തീരുവകൾ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തീരുവകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഭരണഘടന അനുസരിച്ച് നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ്. കേസുകൾ തീരുന്നതുവരെ നിലവിലെ തീരുവകൾ തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം താരിഫുകൾ നടപ്പാക്കുമെന്ന ട്രംപിന്റെ തീരുമാനം US ഫെഡറൽ അപ്പീൽ കോടതി ഭൂരിപക്ഷ വിധിയിലൂടെയാണ് തള്ളിയത്. നികുതി താരിഫ് സംബന്ധിച്ച തീരുമാനം പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്നും ലെവികൾ നിശ്ചയിക്കുന്നതിൽ US കോൺഗ്രസിനാണ് അധികാരമെന്നും ഫെഡറൽ കോടതി വ്യക്തമാക്കി. ഞായറാഴ്ചയും ഒന്നാം ഓണത്തിനും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഞായറാഴ്ചയും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും തുറന്നു പ്രവർത്തിക്കും. അന്നേ ദിവസത്തോടെ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും പൂർത്തിയാകുമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സ്റ്റോക്ക് എടുപ്പ് പ്രമാണിച്ച് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ചൊവ്വ മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. ഒന്നാം ഓണ ദിവസമായ സെപ്റ്റംബർ 4-ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.